ദക്ഷിണേന്ത്യയിലെ BJP അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചുകൊണ്ട് അഖിലേന്ത്യാ അധ്യക്ഷൻ JP നഡ്ഡ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. അതായത് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള 131 സീറ്റുകളിൽ 50-ൽ കുറയാത്ത സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ BJPക്ക് ഈ രാജ്യത്ത് ഭരിക്കാൻ കേവല ഭൂരിപക്ഷം കിട്ടുകയുള്ളൂ എന്നത്. 50-ന് താഴെ സീറ്റുകളാണ് BJPക്ക് കിട്ടിയാൽ ഭരണം എന്ന മോഹം മറന്നേക്ക് എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ത്രിശങ്കുവിൽ നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുകൊണ്ട് വലിയ അപകടം മുന്നിൽ കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലാണ് ഇപ്പോൾ താമസമാക്കുന്നത്. തൃശ്ശൂർ എന്നൊരു ചെറിയൊരു പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം നരേന്ദ്രമോദി 4 ഇടങ്ങളിൽ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അദ്ദേഹം ഭയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. മോദി പറയുന്നത് പോലെ 300-ഉം 400-ഉം സീറ്റാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെങ്കിൽ കേരളത്തെ അദ്ദേഹം മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ അവർക്കിനി കിട്ടാൻ സീറ്റുകളില്ല എന്നും കിട്ടാവുന്നതിൽ മുഴുവനും 2019-ൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുമുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇനി കിട്ടാൻ ബാക്കിയുള്ള കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം കുത്തിയിരിപ്പ് നടത്തുന്നത്. പക്ഷെ ഒരു തരി പോലും വോട്ടുകളോ സീറ്റുകളോ കൂടുതൽ BJPക്ക് കിട്ടില്ല എന്നുറപ്പിക്കുന്ന സർവേകളാണ് മുഴുവൻ പുറത്തു വരുന്നത്. വെറുതെ പറയുന്നതല്ല, അതിൻ്റെ വ്യക്തമായ കണക്കുകളോടുകൂടിയാണ് സർവേ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കേരളം, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നതാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അവിടെ എല്ലാം ചേർന്ന് 131 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 131-ലാണ് 50 സീറ്റുകൾ വേണമെന്ന് BJP അവരുടെ പ്രവർത്തകരോടും നേതാക്കളോടും പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കണക്ക് ജനങ്ങൾ പറഞ്ഞത് പ്രകാരം സർവേ വെളിപ്പെടുത്തിയത് കേരളത്തിൽ BJPക്ക് സീറ്റുകൾ ഉണ്ടാകില്ല. UDF പരമാവധി സീറ്റുകൾ നേടും. ചിലപ്പോൾ LDFന് ഏതെങ്കിലും സീറ്റ് കിട്ടിയാൽ ഭാഗ്യം. എങ്കിലും അത് BJPക്ക് പോകില്ല, ഇന്ത്യ സഖ്യത്തിന് തന്നെ. ഇനി തമിഴ്നാട്ടിലെ 39 സീറ്റുകളും പോണ്ടിച്ചേരിയിലെ 1 സീറ്റും DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ഉറപ്പ് പറയുകയാണ് സർവേ. അതിൽ 10ഓളം സീറ്റുകൾ കോൺഗ്രസിനാണ് ലഭിക്കാൻ പോകുന്നത്. പ്രധാന പ്രതിപക്ഷമായ അണ്ണാ DMKക്ക് പോലും 1 സീറ്റും തമിഴകത്ത് പറയാതിരിക്കുമ്പോഴാണ് BJP അവിടെ പ്രതീക്ഷ വെക്കുന്നത്. അതെല്ലാം നരേന്ദ്രമോദിയുടെ തള്ളിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് തെളിഞ്ഞു വരുന്നു. മോദി അവിടെ എത്രയോ തവണ വന്നു പോയിട്ടും ഒരു ഇല അനക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ലക്ഷദ്വീപിൽ ആകെയുള്ളത് 1 സീറ്റ് മാത്രമാണ്. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ആ മണ്ഡലത്തിൽ പ്രധാന എതിരാളി NCP ആണ്, അതും ഇന്ത്യ മുന്നണിയാണ്. അങ്ങനെ 4 സംസ്ഥാനങ്ങളും വട്ടപൂജ്യം കൊണ്ട് BJP മുക്തമായിട്ടുണ്ട് സർവേ പറയുന്നത് പ്രകാരം. പിന്നീട് വരുന്നത് കർണാടകയാണ്. കർണാടകയിൽ നിലവിൽ 28-ൽ 25 സീറ്റുകൾ BJPക്കുണ്ടെങ്കിലും പുറത്തുവരുന്ന ഈഡിനെ സർവേ ഉൾപ്പെടെയുള്ള സർവേകൾ പ്രകാരം BJP 11 സീറ്റിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് പറയുന്നത്. ഈ പറയുന്നതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. BJPയുടെ സംഘടനാ സംവിധാനം തകർന്നു നിൽക്കുകയാണ് കർണാടകത്തിൽ. മുൻ ഉപമുഖ്യമന്ത്രി ഈശ്വരപ്പ പോലും BJPയുടെ വിമതനായി മത്സരിക്കുന്നു. 30ഓളം ലിംഗായത്ത് മഠാധിപതികൾ യോഗം ചേർന്നുകൊണ്ട് BJPക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ആഹ്വാനം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, സംസ്ഥാന ഭരണം പിടിച്ച കോൺഗ്രസ് എതിരില്ലാത്തൊരു ശക്തിയായി മാറുകയാണ് കർണാടകത്തിൽ. അതൊക്കെ പ്രതിഫലിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 11 സീറ്റുകൾ കിട്ടിയാൽ തന്നെ ഭാഗ്യം എന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ കർണാടകത്തിലുള്ളത്. ഇനിയുള്ളത് തെലുങ്കാനയാണ്. 2019-ൽ കിട്ടിയ 3 സീറ്റ് അത് തന്നെ കിട്ടിയാൽ അത്ഭുതം. കാരണം തെലുങ്കാന കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഇതുവരെ പ്രബലരായിരുന്ന BRS തകർന്ന് തരിപ്പണമായി അതിലെ നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് ഒഴുകുകയാണ്. ഇതെല്ലാം പരിഗണിച്ച് സർവേ തന്നെ പറയുന്നത് ആകെയുള്ള 17 സീറ്റിൽ BJPക്കും BRSനും 3 സീറ്റ് വീതവും ബാക്കിയുള്ള കോൺഗ്രസിന് 11 സീറ്റും ലഭിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ സർവേയിൽ അവർക്ക് പറയുന്നത് 13 സീറ്റുകളോളമാണ്. അപ്പോൾ BJPക്ക് കർണാടകത്തിലെ 11-ഉം തെലുങ്കാനയിലെ 3-ഉം ചേർന്ന് 14 സീറ്റുകളായി ഇതുവരെ. ഇനിയുള്ളത് ആന്ധ്രാപ്രദേശ് മാത്രമാണ്. അവിടെ തെലുങ്ക് ദേശം പാർട്ടിയുമായി സഖ്യത്തിലാണ് ഇത്തവണ BJP. സത്യത്തിൽ കർണാടകയിൽ BJPക്ക് സംഭവിച്ചതാണ് ആന്ധ്രയിൽ തെലുങ്ക് ദേശത്തിന് സംഭവിച്ചിരിക്കുന്നത്. കർണാടകത്തിൽ JDSനെ കൂട്ടിയ BJP തകർന്നു പോയതുപോലെ BJPയെ കൂട്ടിയ TDP ആന്ധ്രയിൽ വലിയ തിരിച്ചടി നേരിടാൻ പോവുകയാണ്. ആദ്യം തന്നെ TDP പ്രതീക്ഷ വെച്ച 8 സീറ്റുകളിൽ ഇപ്പോൾ 5 എണ്ണം മാത്രമേ ഈ സഖ്യമായതിനു ശേഷം സഖ്യത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് സർവേ പറയുന്നുള്ളൂ. അതിൽ 1-2 സീറ്റുകൾ ചിലപ്പോൾ BJPക്ക് കിട്ടാനാണ് സാധ്യത.
അങ്ങനെ എല്ലാം ചേർന്ന് ദക്ഷിണേന്ത്യയിൽ 15-16 സീറ്റുകൾ BJPക്ക് ലഭിക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ 3-4 സീറ്റുകൾ ഘടകകക്ഷിയായ TDPക്കും ലഭിച്ചേക്കും. JP നഡ്ഡ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു വച്ച 50 സീറ്റുകൾക്ക് പകരം 20-ൽ താഴെ സീറ്റുകൾ മാത്രമാണ് BJPക്കും സഖ്യത്തിനും ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനേക്കാളും വ്യക്തമായി ഒരു സർവേക്കും പറഞ്ഞു തരാൻ കഴിയില്ല. അങ്ങനെ കഴിഞ്ഞ തവണത്തിൻ്റെ പകുതിയിലേക്ക് BJP കൂപ്പുകുത്തുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ ദക്ഷിണേന്ത്യയിൽ നീങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് മോദിയുടെ 400 സീറ്റ് ഉണ്ടാവുന്നത്? ശുദ്ധ തട്ടിപ്പ് വിളിച്ചു പറയുകയാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ വന്ന് നരേന്ദ്രമോദി പണ്ടെങ്ങൊന്നുമില്ലാത്ത വിധത്തിൽ കാത്തുകെട്ടിക്കിടക്കുന്നത്.